1962 മാധവൻ നായർ എന്ന മധു മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് മൂടുപടമെന്ന സിനിമയിലൂടെ. അതിനൊപ്പം തന്നെ നിണമണിഞ്ഞ കാൽപ്പാടുകളിലും അദ്ദേഹം അഭിനയിച്ചു. 2 ചിത്രത്തിൽ അധ്യാപകനായി. 1959 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളിയുമാണ് മധു. NSDയിൽ പഠിക്കുന്ന കാലത്താണ് രാമു കാര്യായിട്ടും, പക്ഷേ നിയോഗം മറ്റൊന്നായിരുന്നു. പ്രേം നസീറും സത്യനും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് സിനിമയിൽ രംഗപ്രവേശം നടത്തിയതെങ്കിലും അധികം വൈകാതെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ സ്വന്തമായ ഒരിടം നേടിയെടുക്കാൻ മധുവിനായി. ശുഭിത യൗവനവും പ്രണയാതുരനായ കാമുകനുമൊക്കെയായി അദ്ദേഹം പ്രേക്ഷകരുടെ മനം കവർന്നു. നമസ്കാരം. ഇതൊരു നല്ല കാര്യമാണ്. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അതേസമയം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടി വരുന്ന കലാരൂപങ്ങൾക്ക്, പ്രത്യേകിച്ച് സിനിമയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു OTT പ്രോഗ്രാം 24 ലൈവ് ഇതൊരു നല്ല കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിനെല്ലാവരുടെയും സഹകരണവും എല്ലാ രീതിയിലുള്ള സഹായവും പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ആശീർവാദങ്ങളോടെ അനുവാദത്തോടെ ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞു. നമസ്കാരം. സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇവിടെ എത്തി സമയത്ത് തിയേറ്ററിൽ പെട്ടി വരുന്ന നിമിഷം വരെയും നിർമ്മാതാവിനും തിയേറ്റർ ഉടമയ്ക്കൊക്കെ ആകാംക്ഷയാണ്, നെഞ്ചടിപ്പാണ്. ഇന്ന് നമ്മൾ സാറ്റലൈറ്റിൽ കൂടെ അത് അപ്ലോഡ് ചെയ്ത് നമ്മൾ സിനിമകൾ കാണുന്നു. 24 ലൈവ് എന്നത് തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ നേരെ പിടിക്കുന്ന ഒരു കണ്ണാടി പോലെ ആകണം. അതങ്ങനെ അത്തരത്തിൽ നമ്മുടെ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന ചാനലുകളോ പ്ലാറ്റ്ഫോമുകളോ നമുക്ക് ഇനിയും സ്വന്തമായി ഉണ്ടായിട്ടില്ല. OTT പ്ലാറ്റ്ഫോമോ ആയിത്തീരട്ടെ ഈ സംരംഭം എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 20 വർഷമൊക്കെ മുന്നേ പ്രവാസിയായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ കൈലാഷും പറഞ്ഞു. അതേ സെയിം റീസണാണ്. ഡോക്ടർ മനോജ് കോവിന്ദ് എന്ന് പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പ്രവാസിയാണ്. പ്രവാസികൾ എപ്പോഴും കുറേ സ്വപ്നം കാണും, പക്ഷേ ഒരുപാട് തവണ ഞാൻ പരാജയപ്പെട്ടു പോയ സിനിമാ സ്വപ്നങ്ങളുള്ള പ്രൊഡ്യൂസർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ ഒരു 80% ആൾക്കാരും പരാജയപ്പെട്ടവരാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് എങ്ങനെയെങ്കിലുമൊക്കെ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് സിനിമയിൽ സ്പെൻഡ് ചെയ്യും. പക്ഷെ അവർക്ക് ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ്റെ രീതിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, അവരുടെ കാശ് പോവും, എങ്ങനെയെങ്കിലും തിരിച്ച് ജോലിക്ക് കയറും, കുടുംബം നോക്കും. ഡോക്ടർ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് പ്രൊഡ്യൂസറാണ്. 1.5 വർഷത്തിനുള്ളിൽ 12 സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൽ. അതിൽ 2 എണ്ണം ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒഫീഷ്യലി ഞാനൊരു ഫ്ലൈറ്റ് ഡിസ്പാച്ചറാണ്. ദുബായ് എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സിനിമാ മോഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് വിസ് മീഡിയ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തതും. ചില പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതാവുന്നുണ്ട്. അതിനെ 24 ലൈവിന് എല്ലാവിധ ആശംസകളും. ഗോകുലം ഗോപാലൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, അല്ലെങ്കിൽ അതൊരു വലിയ വ്യക്തി കുറച്ച് പൈസ തന്ന് സഹായിച്ചു, പക്ഷെ പടം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ദുഃഖിതരായ സമാന മനസ്കരായ ആളുകൾക്ക് ഒരു താങ്ങാവട്ടെ 24 ലീവ്. ഇൻട്രവൽ എന്നൊരു മൂവി ആയിട്ട് നമ്മളെ സമീപിക്കുകയും ആ മൂവി 24 ലീവിലൂടെ സ്ട്രീം ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയും ചെയ്തതാണ്. അതിൻ്റെ പ്രൊഡ്യൂസറായ മിസ്റ്റർ ആൻസിൽ ബാബു, അതിലെ നായിക ഈ വേദിയിലുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനെ 24 ലൈവിലൂടെ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തന്ന മനോജ് സാറിന് ഞാൻ എൻ്റെ നന്ദി ആദ്യമേ ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ചെയ്തത്. കാരണം ഒരു സിനിമയല്ലാതെ ഇവിടുത്തെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ യഥാർത്ഥ ജീവിതമാണ് അത് സിനിമയാക്കിയത്. LGBTIAQ എന്നൊരു വിഭാഗം നമ്മുടെ ലോകത്തുണ്ട്. അങ്ങനെയും കുറേ ആളുകൾ, ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ ഇന്നൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവർക്ക് വളരെ മുഖ്യ ആർട്ടിക്കിൾ 50
ഭരണഘടനയുടെ ആർട്ടിക്കിൾ 50 പറഞ്ഞ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ ഒരു സിനിമ എടുത്തതാണ്. ആ സിനിമ നീതി എന്നാണ്. ഈ OTT ചാനലിൻ്റെ ഔദ്യോഗികമായ ലോഞ്ചിങ് ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.